ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഈവാണ്, അതുകൊണ്ട് നമ്മളൊരു 5 ഡേയ്സ് ക്രിസ്മസിന് വേണ്ടി കേരളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ക്രിസ്മസിൻ്റെ ദീപാലങ്കാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ വഴിയോര കാഴ്ചകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വീഡിയോ ആക്കി നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം പകരുന്നത്. അതുകൊണ്ട് നമ്മൾ കാഴ്ചകളെല്ലാം പല സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ചെറുപ്പങ്കൽ പോണ വഴി പാലായിക്ക് പോണ വഴിയിലുള്ള ഒരു മരത്തേലുള്ള ദീപാലങ്കാരമാണ്. ഇത് ഒത്തിരി നല്ല ഭംഗിയായി അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി പേര് അവിടെ വന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാലായിലുള്ള പ്രസ്സിൽ പോയി അവിടെ നമ്മൾ ക്രിസ്മസ് സ്റ്റാർസുകൾ ഒത്തിരി ഉണ്ട്, വർണ്ണങ്ങൾ. അതുപോലെ തന്നെ ചൈന പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ പിക്ക് ചെയ്യാനായിട്ടാണ് പോയത്. അത് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളൊരു ഏരിയയാണ്, അതുപോലെ തന്നെ റേറ്റും കുറവാണ്. അപ്പോൾ നമ്മൾ പാലായിലുള്ള പ്രസ്സിൽ പോയിട്ട് അവിടുന്ന് നമ്മുടെ ക്രിസ്മസിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. അതും നമ്മൾ വീഡിയോയിൽ കാണിക്കുകയാണ്. നമ്മൾ അവിടുത്തെ കുറച്ച് പോർഷൻസാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച് അന്നാണ് ക്രിസ്മസിന് 24th നൈറ്റായിരുന്നു. അപ്പോൾ അവിടെ കരോളിൻ്റെ എല്ലാ ഉണ്ട്, കരോൾ പാട്ടുകളെല്ലാം വഴി സൈഡിലുണ്ട്. ഭയങ്കര ബ്ലോക്കായിരുന്നു റോഡ് മുഴുവൻ. അപ്പോൾ ഞങ്ങൾ അവിടെ അവർ ഓൺ ചെയ്തിട്ടിരുന്ന കുറേ ലൈറ്റുകളാണ് ഇതൊക്കെ. ഇത് കൂടാതെ അവിടെ ഓൺ ചെയ്യാതെ ഒത്തിരി അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട് അവർ ലൈറ്റ് തെളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒത്തിരി ക്രിസ്മസ് ക്രിബുകളുണ്ട്, അതുപോലെ നല്ല നല്ല രൂപങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ നമ്മൾ പള്ളിയിൽ പോയി, കുരിശുപള്ളി പോയി. അവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞിരുന്നു, ജൂബിലി പെരുന്നാളായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ള 2ാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നത്. അവിടെയും രാത്രിയിൽ ഭയങ്കരമായിട്ട് അലങ്കാരങ്ങളും ക്രിസ്മസിൻ്റേതായിട്ട് എല്ലാവിധ എഫക്റ്റും ഉണ്ട് അവിടെ. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ രാത്രി 9:10 മണിയായി. നല്ല ഭംഗിയായിട്ട് അതിനെ അലങ്കരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീട്ടിലതെല്ലാം ഞങ്ങൾ ഫിറ്റ് ചെയ്തു അലങ്കാരങ്ങൾ. അതിന് കഴിഞ്ഞന്ന് പാതിര കുർബാനയ്ക്ക് അതിരമ്പുഴ പള്ളിയിലാണ് പോയത്. അതിരമ്പുഴ പള്ളിയിൽ മൊത്തം ഗ്രൗണ്ട് മൊത്തം അവർ നല്ല ഭംഗിയായിട്ട് ലൈറ്റ്സ് എല്ലാം ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ആൾക്കാർ വരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളവിടെ ഒരു 11:30-12 മണി വരെ നിന്ന് അവിടുത്തെ എല്ലാ അലങ്കാരങ്ങളും ഒത്തിരി നടന്ന് കാണാനുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വർഷവും അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നല്ല ഒരു രാത്രി കാഴ്ചകളാണ് കാണുന്നത്. ലൈറ്റുകളുടെ ഒരു വർണ്ണപ്രപഞ്ചം തന്നെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. നീളം കൂടിയ സ്റ്റാർസ്, പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറേ ഫോട്ടോസെല്ലാം നമ്മളെടുത്തു. സ്റ്റാർസൊക്കെ ഒത്തിരി വലിയതായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ബാക്ക് സൈഡിൽ ഹൈറ്റിൽ നല്ല ലോങ് ആയിട്ട് തന്നെ അവരെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആ ഗ്രൗണ്ട് എല്ലാം കംപ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അതിൻ്റെ ഫോട്ടോകളെല്ലാമാണ് കൂടുതൽ നമ്മളെടുക്കുക. അവിടെ എക്സ്റ്റേണലായിട്ട് അവരുടെ അലങ്കാരങ്ങളാണ്, ക്രിസ്മസിനോട് അനുബന്ധിച്ച് ചെയ്തിട്ടുള്ള അലങ്കാരങ്ങളാണ് ഇതെല്ലാം. പിന്നീട് നമ്മൾ അവിടെ താഴെയുള്ള ചെറിയ പള്ളിയുടെ വ്യൂവും അതിനുശേഷം നമ്മൾ ഈ സൈഡും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. എല്ലാ ഏരിയയും കംപ്ലീറ്റ് ലൈറ്റ്സുകൾ നിറച്ചിരിക്കുകയാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം 1 മണിക്കൂറോളം അവിടെ പള്ളിയുടെ ചുറ്റും നടന്ന് കണ്ടു. ആ പള്ളിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പോകുന്നതും കാണുന്നതൊക്കെ. പാതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഇപ്പം ഒരു 12 മണിയാകുമ്പോഴേ പാതിര കുർബാന തുടങ്ങുള്ളൂ. അപ്പോഴത്തേക്കും ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് ചെന്നതുകൊണ്ട് ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ പകർത്താനായിട്ട് സാധിച്ചു. അതിൻ്റെ ലൈറ്റ്സും എല്ലാം കൂടി നല്ലൊരു ആംബിയൻസാണ് നമുക്ക് അവിടെ കിട്ടിയത്. പിന്നെ അവിടെ കൂടുതലായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങുന്ന സമയത്ത് കാറുകളെല്ലാം വന്നു കഴിഞ്ഞു. പിന്നെ ആൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് മുമ്പ് ഇതെല്ലാം കൂടി ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നമ്മൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുകയും അവിടുത്തെ എല്ലാ ക്ലോസ് ആയിട്ടുള്ള വ്യൂസ്, അവിടെ ലൈറ്റ്സ്, മണികൾ ഇതെല്ലാം നമ്മൾ കാണുകയുണ്ടായി.
അതിനുശേഷം സെൻറ്റ് മേരീസ് വെട്ടുമോൾ പള്ളിയിൽ വരിക, ഞങ്ങളുടെ ഇടവപ്പള്ളിയായി. ആ പള്ളിയിൽ നമ്മൾ രാത്രിയിൽ പാതിര കുർബാനയ്ക്ക് കറക്റ്റ് ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രൊസഷനാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് എല്ലാവരും പള്ളിക്ക് ചുറ്റും വന്ന് പ്രാർത്ഥിക്കാനായിട്ടും, അതുപോലെ പ്രദക്ഷിണത്തിൽ ഈശോനെ തീ കായ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതിലേക്കാണ് വന്നത്. അപ്പോൾ ആ പ്രദക്ഷിണത്തിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ ഇറങ്ങി കൊടയും ഇതെല്ലാമായി പിടിച്ചുകൊണ്ട് പള്ളിയുടെ ചുറ്റും നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കാരിത്താസ് ഹോസ്പിറ്റലിലെ അലങ്കാരങ്ങളാണിത്. വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുത്തെ അലങ്കാരങ്ങൾ കാണാൻ ഒത്തിരി പേര് കാറിൽ ആയിട്ട് വരാൻ തുടങ്ങി. രാത്രി ഒരു 6:30യോടുകൂടി ആൾക്കാർ റഷ് കൂടിയിരുന്നു. നല്ല മനോഹരമായി കളർ വർണ്ണങ്ങളാൽ നല്ല രീതിയിലാണ് അവർ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ നല്ല സൂപ്പറായിട്ട് ചെയ്ത് ലൈറ്റ്സുകളും ക്രിസ്മസിന് എല്ലാ വർഷവും ഡിസൈൻ ചെയ്ത് ഞങ്ങൾ കാണുവാനായിട്ട് അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഒത്തിരി ഏരിയകളിൽ അവർ ഭയങ്കര ഡിസൈനായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുറച്ച് വീഡിയോസാണ് നമ്മൾ എടുത്തേക്ക്. എന്നാൽ അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ട കുറച്ച് വീഡിയോകൾ നല്ലൊരു എഫക്റ്റീവ് മനോഹരമായിട്ട് വർഷവും ചെയ്ത് നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചാൻസ് ഉണ്ട്. ഒത്തിരി ഒരു 2 മണിക്കൂർ നമുക്ക് കടന്ന് നടന്ന് കാണാനുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. അതായത് ഞങ്ങൾ കൂടുതലും അവിടെ എൻജോയ് ചെയ്തൊരു 7-8 വരെ നല്ല ഒരു ആംബിയൻസ് ആണ് നമുക്ക്. ക്രിസ്മസിൻ്റെ ആ വൈബും രാത്രിയിലുള്ള കളറുകളുടെ ഇതുമൊക്കെ നമ്മളെ ഒത്തിരി നല്ലതായിട്ട് നമുക്ക് തോന്നും. അവിടെ നല്ല രീതിയിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ലൊരു ഡ്രോയിങ്ങൊക്കെ ചെയ്താണ്, ഡിസൈനിങ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു എനിക്ക് തോന്നിയത് നല്ലപോലെ ഈ വർഷം ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്ത ഒരു ഹോസ്പിറ്റലായിട്ട് എനിക്ക് തോന്നുന്നു. അതും ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് പോയി കാണുവാനായിട്ട് സാധിക്കും. വന്ന ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ള വീടുമായിട്ട്. അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ പോയി. എറണാകുളത്തുള്ള പള്ളിയാണിത്. ഈ പള്ളിയിൽ പോയിട്ട് ലുലുമാളിന് അടുത്തിരിക്കുന്ന പള്ളിയാണ്, ഫേമസ് ചർച്ചാണ്. അവിടെ സൺഡേ കുർബാന ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ പള്ളിയിൽ പോയി. അപ്പോൾ ആ പള്ളിയും നമ്മൾ ഒത്തിരി അതിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ ആൾക്കാരെല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇടപ്പള്ളി പള്ളിയാണിത്. ഇടപ്പള്ളി പള്ളിയിൽ വളരെ ഫേമസ് ആണ്. ആൾക്കാരെല്ലാം പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയും എനിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് പ്രാർത്ഥിക്കുന്നതിനും. ആ പള്ളിയുടെ ഡ്രോയിങ്, ആ പള്ളി ഡിസൈൻ ചെയ്തേക്കുന്ന രീതിയും സിറ്റിക്കകത്ത് നിൽക്കുന്നതെല്ലാം വളരെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് പള്ളിയിൽ ഞങ്ങൾ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കുർബാന ശേഷമാണ് പോകുന്നത്. കുർബാന കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുന്നത്. ഇത് അൾത്താരയാണ്. ഇപ്പോൾ കുർബാനയുടെ അവസാന ഭാഗമാണ്. കുർബാന ആശീർവാദത്തിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ. അതിനുശേഷം അവിടെ ഒരു സെക്കൻഡ് കുറേ വീഡിയോകൾ എടുത്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുർബാനയിൽ പങ്കുകൊണ്ടതിന് ശേഷമാണ് വെളിയിലേക്ക് പോകുന്നത്.
എറണാകുളത്തെ വാട്ടർ മെട്രോ ആണ്. പിന്നീട് നമ്മൾ വാട്ടർ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോയി. വാട്ടർ മെട്രോയിൽ നമ്മൾ വൈപ്പിൽ നിന്ന് നേരെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് 30 മിനിറ്റത്തെ ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ വൈപ്പിൽ നിന്ന് കയറി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങി. അതും നല്ലൊരു അനുഭവമാണ് നമുക്ക് തന്നെ. നല്ലൊരു ഡ്രൈവാണ്, നല്ല നീറ്റായിട്ട് ചെയ്ത് AC ഉള്ളതാണ്. അപ്പം കേരളത്തിൽ വരികയും അതുപോലെ ഇതുപോലെയുള്ള വാട്ടർ മെട്രോയിൽ കയറുക എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർ മെട്രോ ആണ് കേരളത്തിലുള്ളത്. അവരുടെ സർവീസ് എല്ലാം അടിപൊളിയാണ്, നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്കൊരു ജലഗതാഗതം ഏറ്റവും ചീപ്പും ബെസ്റ്റുമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ എല്ലാം കറക്റ്റായിട്ട് അവർ ഗൈഡ് ചെയ്യും. നമ്മളെന്ത് ചെയ്യണം, ടിക്കറ്റ് എത്ര, ഏത് ലൊക്കേഷൻ, എങ്ങനെയാണ്, ടൈം എത്ര, ഇതെല്ലാം അവർ പറഞ്ഞു തരും. അപ്പം അതുകൊണ്ട് അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്കത് വാട്ടർ മെട്രോയിൽ. അതിൻ്റെ അകത്തെ നമുക്ക് മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് നിൽക്കാം 30 മിനിറ്റ് 25 മിനിറ്റ് പല ഡ്യൂറേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് കയറി. നമുക്ക് കൂടുതലും ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ അവിടെ വരുന്നത് ഇത് എൻജോയ് ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ച് ദൂരത്തേക്കുള്ള യാത്രകളും ചെയ്യാം. നമുക്ക് കായൽ കാഴ്ചകളൊക്കെ ഒത്തിരി കാണാൻ പറ്റും. പിന്നെ ഷിപ്പ് വരുന്നതും ഷിപ്പ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ ഒത്തിരി ഇന്നർ ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുമരകത്തും ആലപ്പുഴയിലും പോകുന്ന പോലെ കായൽ യാത്രകൾ ഒത്തിരി നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ സൈലൻ്റാണ്. നോയ്സ് പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. നമുക്കകത്ത് കംപ്ലീറ്റ് സൗണ്ട് പ്രൂഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കായൽ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് വൈപ്പിനിൽ നേരെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതും ഒരു നല്ലൊരു യാത്രയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള ജലഗതാഗതവും മെട്രോയും റെയിൽവേ ഒക്കെ ഉള്ളത് ഒത്തിരി ഈ ടൂറിസ്റ്റുകൾ വരാനും അവർ എൻജോയ് ചെയ്യാനും ട്രാൻസ്പോർട്ടിനൊക്കെ ഒത്തിരി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഏകദേശം ഞങ്ങളുടെ യാത്ര വാട്ടർ മെട്രോയുടെ ലാസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോണത് നമ്മൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ജൂയിഷ് ചർച്ചിലേക്കാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ഈ വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോകുന്നത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഏരിയയിലേക്കാണ്. അവിടെ ജൂതപ്പള്ളിയുണ്ട്, അത് കാണുക എന്നുള്ളതാണ്. അത് ഏറ്റവും പുരാതനവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തേതുമായതുകൊണ്ട് അവിടെ സന്ദർശിക്കാനാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അതിനുള്ള കാഴ്ചകളാണ് ഇനിയുള്ള അടുത്ത ഫ്രെയിമിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് അതിൻ്റെ മുൻവശം വഴി വെളിയിൽ വന്നു. അതിനുശേഷം നമ്മളവിടെ പ്രൈവറ്റ് ക്രൂസീസൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ബോട്ട് സർവീസ് തരും കടലിലൂടെ പോകാനായിട്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ അതിൻ്റെ മുൻവശം വഴി നമ്മൾ വീണ്ടും മെയിൻ റോഡിൽ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ കിടക്കുന്ന ബോട്ടുകളെല്ലാം പ്രൈവറ്റ് ബോട്ടുകളാണ്. ഇവിടെ നമുക്ക് ഹയർ ചെയ്തുകൊണ്ട് ഉൾക്കടലിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അത് പ്രൈവറ്റായിട്ടുള്ളവരായതുകൊണ്ട് അത് നമ്മൾ അവരെ പറഞ്ഞ് ഇടപാട് ചെയ്യണം. അങ്ങനെ അവരിൽ നിന്ന് നമുക്ക് ടൂർ പാക്കേജായിട്ട് ഒരു ദിവസം വേണമെങ്കിൽ അങ്ങനെയുള്ള പല പാക്കേജുകളും ഉണ്ട് അവിടെ. ഒത്തിരി ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളും ഫോറിൻ ടൂറിസ്റ്റുകളും എല്ലാം അവിടെ വരുന്നു. അവരെല്ലാം ഈ യാത്രകളെ അംഗീകരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ സ്വീറ്റായിട്ടുള്ള ചെറിയ തേങ്ങയ്ക്കകത്ത് വരുന്ന അതിന് അത് മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഫോർട്ട് കൊച്ചിയെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഫോർട്ട് കൊച്ചിയിലേക്കാണ് പിന്നീടുള്ള യാത്ര. ഫോർട്ട് കൊച്ചിയിലും അവിടെ നമ്മൾ കൂടുതലും ഒരു ഉച്ചയോടുകൂടിയാണ് എത്തിയത്. അപ്പം അവിടെ നല്ല ചൂടാണ്. ഇപ്പം കൊച്ചിയിൽ നല്ല ചൂടാണ്. ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പം ഞങ്ങൾ ഫോർട്ട് കൊച്ചി ചെന്നതിന് അവിടുത്തെ കാഴ്ചകളാണ് ഇനിയുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഇതെല്ലാമായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം വീഡിയോയിലേക്ക് ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഈ ജൂത തെരുവിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇവിടെ ആക്ച്വലി ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കൂടുതലും ഷോപ്സുകളാണുള്ളത്. ഇത് ക്ലോത്ത്സിൻ്റെ ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്, ഐഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫ്യൂംസ്. ഇതെല്ലാം ഈ ഫോറിനേഴ്സിനെ ലക്ഷ്യമിട്ടുള്ള കടകളാണ് കൂടുതലും റോഡ് സൈഡിലുള്ളത്. ഏതാണ്ട് ഒരു 0.5 കിലോമീറ്റർ ദൂരത്തോളം റോഡിൻ്റെ ഇരു സൈഡിലായിട്ടും കടകളാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ ബസ് കാറൊന്നും ഓടാൻ ബുദ്ധിമുട്ടാണ്. ബസ് ഓടുന്നില്ലല്ലോ, കാറുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അവരുടെ പെർഫ്യൂംസ്, അത്തർ ഇതെല്ലാം വിൽക്കുന്ന കടകളാണ് കൂടുതലും. അപ്പോൾ ഇവിടെ ഈ ഫോറിനേഴ്സിന് കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ഐറ്റംസൊക്കെയാണ് അവിടെ. കേരളത്തിൻ്റേതായ കലാമുദ്രകൾ അതുപോലെയുള്ളതെല്ലാം അവിടെ, ആയുർവേദം അതുപോലെയുള്ള സ്പൈസസ് ഇതെല്ലാം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല കടകൾ ഉണ്ട് അവിടെ. ഇതാണ് ജൂയിഷ് ചർച്ചിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ ഉച്ചയായതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ഈ കാണുന്നത് അതിൻ്റെ മുമ്പിൽ ഉള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള കടകളാണ്. പലതരം കടകളുണ്ട്. ഈ കടകളിലെല്ലാം പലതരം വെറൈറ്റി സാധനങ്ങളാണ് അവർ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു 10-15 മിനിറ്റോളം നടക്കാനായിട്ട്. ഫ്രഷായിരുന്നു. ഇപ്പം ഉച്ചയുടെ ആയതുകൊണ്ട് കുറച്ച് കുറഞ്ഞ് ഫ്രഷ് ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് നടന്നു പോവുകയാണ്.
ഇത് പള്ളിക്കകത്തോട്ട് നമ്മൾ കയറുന്ന ഒരു എൻട്രൻസ് ഏരിയയാണ്. ഇവിടെ നമ്മളൊരു 10 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പുകളെല്ലാം ഊരിയിട്ടിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. അവിടെ ചെരുപ്പുകളെല്ലാം ഊരി വെളിയിലിട്ട് കഴിഞ്ഞ് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ടോക്കൺ എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. അവിടെ സെൻസറൊക്കെ വെച്ചിട്ട് സെക്യൂരിറ്റി ഏരിയയാണ്. അവിടെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പള്ളിക്കകത്ത് കയറുകയും അവിടെ ഇപ്പോൾ അതിൻ്റെ ആ സ്മാരകം പോലെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആ കാലഘട്ടത്തിൽ പണിത പള്ളിയും അവിടുത്തെ ആ ജൂയിഷ് ആചാരങ്ങളും അവരുടെ അടുത്ത് ഓരോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാം, കാണാം. അത് നമുക്ക് ഇന്ത്യയിൽ അവർ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ജൂയിഷുകാർ ഇന്ത്യയിൽ വന്നെന്നും അതെല്ലാം അവരിവിടെ അന്ന് കൊണ്ടുവന്നതാണെന്നുള്ളത് അവരുടെ ആചാരങ്ങളും ആ ബലിപീഠവും എല്ലാം കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള ടൈൽസുകൾ ഇതെല്ലാം മാനുവലി ചെയ്തതാണെന്നും അവിടെ ഹിസ്റ്ററിയും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് വളരെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നല്ല ഹൃദ്യമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ആരും അത്ര സൗണ്ടൊന്നും ഉണ്ടാക്കാറില്ല. എല്ലാവരും വരികയും വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നതിനെ വായിച്ച് മനസ്സിലാക്കാനും അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അതൊക്കെ കാണുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ജൂയിഷ് ചർച്ച് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലുള്ള
മോസ്ക് കണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ച് യാത്രയായി. ഏകദേശം ഒരു 1 hour നമ്മൾ 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ വീഡിയോകളെല്ലാം അവിടെ അതിൻ്റെ ആ റൂഫിങ് ഏരിയയും ഡേയ്സും അവിടുത്തെ അലങ്കാര ദീപങ്ങളും മെയിനായിട്ടുള്ള അൾത്താരയും അതെല്ലാം ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ഒരു ദിവസത്തെ കൊച്ചി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇത് കണ്ടിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.